ഹായ്, ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം ആശകളായിരം. ജയറാമും കാളിദാസ് ജയറാമും പ്രധാന കഥാപാത്രങ്ങളായി എത്തി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജൂഡാന്തരി ജോസഫും അരവിന്ദ് രാജേന്ദ്രനും എഴുതി C5ലൂടെ OTTയിൽ സ്ട്രീം ചെയ്യപ്പെടുന്ന ചലച്ചിത്രം. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് അജീഷ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അജീഷ് ഹരിഹരൻ. അജീഷ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവസരം തേടി നടക്കുന്ന ഒരു യുവാവാണ്. അതിനായി യൂട്യൂബിലും ഇൻസ്റ്റയിലുമായി പേജുകൾ ക്രിയേറ്റ് ചെയ്ത് റീൽസും മറ്റും അവൻ ചെയ്യാറുമുണ്ട്. അജീഷ് എന്ന കൂട്ടുകാർക്കൊപ്പം ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് പെർമിഷൻ ഒന്നും എടുക്കാതെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. പക്ഷേ അബദ്ധത്തിൽ ഷൂട്ടിനിടയിൽ അതൊന്നു പാളി. ആർട്ടിസ്റ്റിനെ ഇടിച്ചിടേണ്ടതിന് പകരം അജീഷ് ആളുമാറി ഇടിച്ചത് ബസ് കയറാൻ നിന്ന മറ്റൊരാളെയായിരുന്നു. അതോടെ കേസ് പോലീസ് സ്റ്റേഷനിലെത്തി. മറുവശത്ത് അജീഷിന്റെ അച്ഛനെ നമ്മൾ പരിചയപ്പെടുന്നു. ഹരിഹരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹരിഹരൻ കഴിഞ്ഞ 25 കൊല്ലത്തോളമായി മെഡിക്കൽ റപ്പായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുടുംബത്തിനു വേണ്ടി ഓട്ടപ്പാച്ചിലും മറ്റുമായി ആ ജോലിയിൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഡോക്ടറെ കണ്ട് മരുന്നെഴുതണമെന്ന് റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് ഹരിഹരൻ പുറത്തിറങ്ങി. ബൈക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നില്ല. ബൈക്ക് കുറച്ച് പഴകിയിരിക്കുന്നു. സെക്യൂരിറ്റി പോലും ബൈക്കൊന്നും മാറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹരിഹരനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. ആ സമയത്താണ് ഹരിഹരന് മകളുടെ കോൾ വരുന്നത്. ഹരിഹരന്റെ മകൾ കോയമ്പത്തൂരിൽ PG പഠിക്കുകയാണ്. 29-ാം തീയതി എന്തോ പ്രത്യേകതയുണ്ടെന്നും ഓർമ്മിപ്പിക്കണമെന്നും പറഞ്ഞ് ഹരിഹരൻ മകളെ ഏൽപ്പിച്ചിരുന്നു. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മകൾ വിളിച്ചതാണ്. സംഭവം മറ്റൊന്നുമല്ല, അന്ന് ഹരിഹരന്റെ പ്രിയപത്നി ആശയുടെ ബർത്ത്ഡേ ആണ്. മകളിൽ നിന്ന് ആ വിവരം അറിഞ്ഞതും ഹരിഹരൻ ആശയെ വിളിച്ചു ബർത്ത്ഡേ വിഷ് ചെയ്തു. പതിവ് പോലെ ഹരിഹരൻ തിരക്കിനിടയിൽ മറക്കും എന്നായിരുന്നു ആശ കരുതിയിരുന്നത്. എന്തായാലും ഹരിഹരൻ അങ്ങനെ വിളിച്ചപ്പോ ആശയ്ക്ക് വലിയ സന്തോഷം തോന്നാതിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലാകട്ടെ അജീഷിനെ പ്രൊഡ്യൂസറായ കൂട്ടുകാരൻ വന്ന് പണമൊക്കെ സെറ്റിൽ ചെയ്ത് ഒരു തരത്തിൽ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അത്രയും പ്രശ്നമുണ്ടായിട്ടും അജീഷിന് വലിയ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. അജീഷും കൂട്ടുകാരും അടുത്തൊരു കോഫി ഷോപ്പിൽ പോയിരുന്ന് ബാക്കി ഡിസ്കഷൻസ് ആരംഭിച്ചു. ഹരിഹരനാകട്ടെ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ കേക്കിന്റെ വിലയൊക്കെ അത്യാവശ്യം ഉയർന്നത് തന്നെയായിരുന്നു. കയ്യിൽ നോക്കുമ്പോ മാസാവസാനമായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പണമൊന്നുമില്ല. കുറച്ച് പണം കിട്ടുമോ എന്നറിയാൻ ഹരിഹരൻ മകൻ അജീഷിനെ വിളിച്ചു. അവന്റെ അടുത്ത് പണമുണ്ടോന്ന് ചോദിച്ചപ്പോ 36 രൂപ കയ്യിലുണ്ടെന്നായിരുന്നു മറുപടി. പാല് മേടിക്കാനാണ് അച്ഛൻ വിളിച്ചതെന്ന് കരുതി അത് താൻ മേടിച്ചുകൊണ്ട് വന്നോളാം എന്നും വലിയ കാര്യത്തിൽ അജീഷ് പറയുന്നുമുണ്ട്. ഹരിഹരന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അയാൾ അത് കടിച്ചൊതുക്കി. അങ്ങനെ രാത്രിയിൽ വീട്ടിലെത്തി ഹരിഹരനും ആശയും കേക്ക് കട്ട് ചെയ്യാനിരുന്നു. വില കുറഞ്ഞൊരു കേക്കായിരുന്നു ഹരിഹരൻ വാങ്ങിയിരുന്നത്. മകളും കൂട്ടുകാരും വീഡിയോ കോളിൽ അവിടെ എത്തി. മകൾ അച്ഛനടുക്കൽ ചെറിയൊരു പാർട്ടി ആവാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ഒരു സ്വകാര്യ സന്തോഷമല്ലേ എന്നായിരുന്നു ഹരിഹരൻ പറഞ്ഞത്. പക്ഷേ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അവർ താമസിക്കുന്ന കലാം നഗറിലെ ആളുകളിൽ ഭൂരിഭാഗവുമായി അജേഷ് കയറി വരുന്നത്. കൂട്ടത്തിൽ വ്ലോഗ് എടുത്ത് അവന്റെ കൂട്ടുകാരനുമുണ്ട്. അത് കണ്ട മാത്രയിൽ ഹരിഹരൻ ഞെട്ടി. എന്തായാലും എല്ലാവരും ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്തു. ആഘോഷവും തുടങ്ങി. കേക്ക് അത്ര പോരെന്ന് കൂട്ടത്തിലൊരു പയ്യൻ പറഞ്ഞപ്പോ ഇതിനെന്താ കുഴപ്പമെന്ന് ഹരിഹരൻ അത്ര ഇഷ്ടപ്പെടാതെ ചോദിച്ചു. അടുത്ത കൊല്ലം നമുക്ക് തകർക്കാമെന്നായിരുന്നു അജേഷ് പറഞ്ഞത്. ഉടൻ അവന്റെ അമ്മ പറഞ്ഞു, അടുത്ത കൊല്ലം ഇതൊന്നും ഇല്ലേലും വേണ്ടില്ല, നിന്റെ സിനിമ ഇറങ്ങി കണ്ടാ മതി. അത് കേട്ടതും ഹരിഹരൻ അതിൽ കയറി പിടിച്ചു. അവന്റെ സിനിമാ മോഹത്തിന്റെ കാര്യമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആദ്യം നീ PSC പരീക്ഷ എഴുതി വല്ല ജോലിക്കും കയറ് എന്ന മട്ടിലായിരുന്നു ഹരിഹരൻ പറഞ്ഞത്. മകൻ ഇങ്ങനെ സിനിമയെന്നും പറഞ്ഞു മറ്റും നടക്കുന്നത് ഹരിഹരന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നതും സ്വാഭാവികമായിരുന്നു. ജോലിക്ക് കയറിയിട്ട് അതിന്റെ പണം കൊണ്ട് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്ക് അടുത്ത ബർത്ത്ഡേക്ക് എന്ന മട്ടിൽ ഹരിഹരൻ കുത്തി പറഞ്ഞപ്പോ അതിനെന്തിനാ അത്രയും കാത്തിരിക്കുന്നേ, ഇതാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുത്ത് അവൻ അമ്മയ്ക്ക് കൊടുത്തു. അത് കണ്ടതും ഹരിഹരൻ ഒന്ന് ഞെട്ടി. അന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയ ശേഷം ബാക്കി വന്ന കേക്കും മറ്റും ആശ എടുത്തു വെക്കുകയായിരുന്നു. ഹരിഹരൻ വന്ന ആശയ്ക്കെടുക്കൽ അടുത്ത തവണ നല്ല കേക്ക് വാങ്ങാം എന്ന മട്ടിലൊക്കെ സംസാരിച്ചു. പിന്നാലെ മകന് 10-28 വയസ്സായെന്നും ഇപ്പോഴും അവന്റെ ബാങ്ക് ബാലൻസ് 36 രൂപയാണെന്നും ഇങ്ങനെയൊക്കെ നടന്ന് എങ്ങനെ ശരിയാവുന്നത് അവനെ ഒന്ന് ഉപദേശിക്കാനും ജോലിക്ക് പോവാനും പറയാൻ ആശയെ ചട്ടം കിട്ടി. നിങ്ങൾക്ക് തന്നെ അത് പറഞ്ഞാ പോരെ എന്നാശ ചോദിച്ചെങ്കിലും അത് വഴക്കാവും, നീ തന്നെ പറഞ്ഞാ മതി എന്നായിരുന്നു ഹരിഹരൻ പറഞ്ഞത്. ഇപ്പോഴുള്ള ആ ഒരു ജോലി ഹരിഹരന് വല്ലാതെ മടുത്തിരുന്നു. അലച്ചിലാണല്ലോ അതിന്റെ അവസ്ഥ ഹരിഹരന്റെ മുഖത്തുണ്ടായിരുന്നു. ആശയ്ക്ക് തന്റെ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കാനുമാകും. ആശ അന്ന് മകനടുക്കൽ ചെന്ന് ജോലിക്ക് പോവാനൊക്കെ പറഞ്ഞവനെ ഉപദേശിക്കാൻ തുടങ്ങി. പക്ഷേ അജേഷ് ആകട്ടെ സിനിമയിൽ താരമാകണം എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊന്നും കാര്യമായി
ഗൗരവത്തിലെടുക്കുന്നേ അതും പറഞ്ഞ ആശ ഇറങ്ങാൻ തുടങ്ങിയപ്പോ അജേഷ് വന്ന് അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റിനെ പറ്റി ചോദിച്ചു. അതൊരു ചെരുപ്പായിരുന്നു. 750 രൂപ ആരോടോ കടം വാങ്ങിയിട്ടാണ് അവൻ ആ ചെരുപ്പ് വാങ്ങിയത്. അമ്മയ്ക്കടുത്ത് തന്നെ അതിന്റെ പണം തിരികെ കൊടുക്കാനും നാളെ കൂട്ടുകാരുമായിട്ട് കറങ്ങിപ്പോവാൻ എക്സ്ട്രാ ഒരു 250 അടക്കം 1000 രൂപ തരാമോ എന്ന് അവൻ തിരക്കി. ആശ ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. എന്തായാലും ആശ അത് ഹരിഹരന്റെ അടുത്തെത്തിച്ചു. ഹരിഹരൻ ഒന്ന് ഞെട്ടിയെങ്കിലും പണം അജേഷിന്റെ കയ്യിലെത്തി. കൂട്ടുകാർക്കൊപ്പം കറങ്ങലും സിനിമയ്ക്ക് പോക്കും ഫുഡടിക്കലും റീൽസ് ഷൂട്ടിങ്ങും ഇതൊക്കെയായിരുന്നു അജേഷിന്റെ പദ്ധതി. ജീവിതത്തെപ്പറ്റി മറ്റ് ലക്ഷ്യങ്ങളൊന്നും അജേഷിനുണ്ടായിരുന്നതേയില്ല. ഇതിനിടയിൽ ഒരു ഓഡീഷന് പോയപ്പോൾ അജേഷ് റിയ എന്ന പേരുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറെ പരിചയപ്പെട്ടു. റിയയോടും ചാൻസ് ചോദിക്കാനും സഹായിക്കാനും അജേഷ് മടിച്ചതുമില്ല. അവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മകനിങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നതിൽ ഹരിഹരന് വല്ലാത്ത പരിഭവമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മകനൊരു ജോലിക്ക് പോകണം എന്നയാൾ ആഗ്രഹിച്ചു. ആശയ്ക്ക് അച്ചാറുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അവർ പണം കൊടുത്താലും ആശ അത് വാങ്ങാറില്ല. ഒരു സാമൂഹ്യ സേവനം പോലായിരുന്നു അവരത് ചെയ്തിരുന്നത്. പൊതുവെ ബഡ്ജറ്റ് ഡേറ്റിൽ ജീവിക്കുന്ന ഹരിഹരൻ എല്ലാ കാര്യത്തിലും കുറച്ച് പിശുക്കിയിരുന്നു. ഹോട്ടലിൽ പോയി മസാല ദോശ കഴിച്ചാൽ പോലും അതിലെ വട എക്സ്ട്രാ പേയ്മെന്റ് ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒന്ന് സംഭവിച്ചു. റീൽ ഷൂട്ടിങ്ങിനിടയിൽ ബൈക്ക് സ്കിട്ടായി അജേഷിനൊരു അപകടം പറ്റി. മറുവശത്ത് ഹരിഹരനാകട്ടെ കമ്പനി മീറ്റിംഗിലായിരുന്നു. ടാർഗറ്റ് തികയ്ക്കാൻ പറ്റാത്തതിന്റെ പേരിൽ സീനിയർ ഉദ്യോഗസ്ഥൻ ഹരിഹരനെ ഒന്ന് ശകാരിക്കുന്നൊക്കെയുണ്ട്. ജോലിയിൽ നിന്ന് ഒഴിവാകേണ്ട സമയമായെന്ന മട്ടിലൊക്കെയാണ് സംസാരം. ഹരിഹരൻ പക്ഷേ അതൊക്കെ സഹിച്ച് കേട്ടിരുന്നു. അടുത്ത തവണ മെച്ചപ്പെടുത്താമെന്നും പറഞ്ഞു. അപ്പോഴാണ് അജേഷിന്റെ ആക്സിഡന്റിനെ പറ്റിയുള്ള കോൾ ഹരിഹരനെ തേടിയെത്തുന്നത്. ഹരിഹരൻ വേഗത്തിൽ അങ്ങോട്ടേക്കെത്തി. ഭാഗ്യത്തിന് അജേഷിനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ബൈക്കിടിച്ച കാറിന് സാരമായ കേടുപാടുണ്ട്. മകന്റെ കാര്യത്തിനു വേണ്ടി ഹരിഹരനെ സംസാരിക്കേണ്ടി വന്നു. ഒടുവിൽ ശമ്പളം കിട്ടി കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന തുക മുഴുവൻ അവർക്ക് കൊടുത്തായിരുന്നു ആ കേസ് ഹരിഹരൻ ഒതുക്കി തീർത്തത്. അജേഷ് ആകട്ടെ ഇത്രയൊക്കെ നടന്നിട്ടും അച്ഛനോടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് കൂട്ടുകാർക്കൊപ്പം പോവുകയും ചെയ്തു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോ നടന്ന കാര്യങ്ങളുടെ പേരിൽ ഹരിഹരൻ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു. സിനിമയും മറ്റുമായി നടക്കാതെ ജോലിക്ക് പോകാൻ വേണ്ടി അവനോട് പറഞ്ഞു. പക്ഷേ തനിക്ക് അച്ഛനെപ്പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല, എവിടെയും എത്താതെ പോവാൻ പറ്റില്ല എന്ന മട്ടിലായിരുന്നു ദേഷ്യത്തിൽ അജേഷ് മറുപടി പറഞ്ഞത്. ഹരിഹരന് എന്ത് പറയണമെന്ന് പോലും അറിവുണ്ടായിരുന്നില്ല. രണ്ടുപേരും അന്ന് വഴക്കിട്ട് ഇരുവരുടെയും മുറിയിലേക്ക് പോയി. ഇരുവരും എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. അടുത്ത ദിവസം കൂട്ടുകാരന്റെ കോൾ വന്നിട്ടാണ് അജേഷ് ചാടി എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ തയ്യാറായി അവൻ തെരുവിലേക്കിറങ്ങി. അന്ന് അവരുടെ ആ നഗറിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. മികച്ച സംവിധായകൻ അഭിലാഷ് മാധവൻ സംവിധാനം ചെയ്യുന്ന യുവതാരം സുമിത് രാഘവൻ നായകനായി അഭിനയിക്കുന്ന 25ാമത്തെ ചലച്ചിത്രം. അവിടെത്തിയും പതിവ് പോലെ അജേഷ് റോളിനായുള്ള അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് അസോസിയേറ്റായ റിയയെ കണ്ടത്. റിയയെ തന്റെ ജോലിയിൽ സഹായിച്ച് പരിചയം പുതുക്കി വീണ്ടും തനിക്കൊരു റോള് കിട്ടുമോ എന്ന കാര്യം അജേഷ് ചോദിച്ചു. ഈ പടത്തില് ഏറെക്കുറെ കാസ്റ്റിംഗ് ഫില്ലായെന്നും എന്നാലും നോക്കട്ടെ എന്നായിരുന്നു റിയ പറഞ്ഞത്. പിന്നാലെ സുമിത് രാഘവൻ അങ്ങോട്ടേക്കെത്തി. അല്പം ജാടയുള്ള ഒരു നെപ്പോ കിഡാണ് സുമിത് രാഘവൻ. കുറച്ചു കഴിഞ്ഞ് ഷോട്ട് എടുക്കേണ്ടുന്ന സമയമായി. ഒരച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സീനായിരുന്നു അന്ന് എടുക്കുന്നത്. ആ സമയം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു. റിച്ച് ലുക്കുള്ള കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണമായിരുന്നു. റിയ നോക്കുമ്പോൾ കൂട്ടത്തിനിടയിൽ ഹരിഹരൻ ഷൂട്ടിംഗ് കാണാൻ നിപ്പുണ്ട്. അവിടെയാകെ പരിചയമുള്ള അജേഷിനടുക്കൽ വന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോ ഹരിഹരനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആക്കാമോ എന്ന മട്ടിൽ അവൾ അജേഷിനോട് ചോദിച്ചു. അജേഷിന്റെ അച്ഛനാണതെന്ന് റിയക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛന് സിനിമയിൽ അഭിനയിക്കാൻ അവസരമെന്ന് കണ്ടതും അജേഷിനത് അത്ര അങ്ങ് രസിച്ചില്ല. അജേഷും ഹരിഹരനും അത്ര നല്ല ടൈംസിലല്ലോ, താൻ മറ്റൊരാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അജേഷ് അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഈ സമയം റിയ നേരിട്ട് ചെന്ന് ഹരിഹരന്റെ അടുക്കൽ ജൂനിയർ ആർട്ടിസ്റ്റായി നിൽക്കാമോ എന്ന് ചോദിച്ചു. ഹരിഹരൻ മടിച്ചെങ്കിലും കൂടെയുണ്ടായിരുന്ന യുവാവ് ഹരിഹരനെ നിർബന്ധിച്ച് ഒടുവിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ ഹരിഹരൻ തയ്യാറായി ചെന്നു. മാറി നിന്ന് അജേഷ് ഇത് നോക്കിക്കാണുന്നുണ്ട്. അച്ഛനെ കളിയാക്കാമെന്ന ഉദ്ദേശത്തിൽ കൂട്ടുകാരനോട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കാനും അജേഷ് ആവശ്യപ്പെട്ടു. കൂട്ടുകാരൻ അത്തരത്തിൽ വീഡിയോ പകർത്താൻ തുടങ്ങി. വൈകാതെ നായകൻ സുമിത്ത് വന്നു. രംഗം അഭിനയിക്കാൻ തുടങ്ങി. പക്ഷേ ഭാവങ്ങളൊന്നും അയാളുടെ മുഖത്ത് വരുന്നുണ്ടായിരുന്നില്ല. റീടേക്കുകൾ തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ എല്ലാവരും ആകെ അവശരായി. നാട്ടുകാർ ചിരിക്കാനും തുടങ്ങി. അത് സുമിത്തിന്റെ ഈഗോയെ ഹർട്ട് ചെയ്യിച്ചിരുന്നു. ഈ സമയത്താണ് മറ്റൊരു കാര്യം പറഞ്ഞ് കൂടെ നിന്ന് യുവാവിനൊപ്പം ചേർന്ന് ഹരിഹരൻ ചിരിക്കുന്നത്. സുമിത്ത് അത് നോക്കിക്കണ്ടു. ഹരിഹരൻ തന്നെ കളിയാക്കി ചിരിച്ചതാണ് എന്ന് ചിന്തിച്ച അയാൾ ഹരിഹരന്റെ അടുത്ത് ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. ആ രംഗം ഹരിഹരനോട് അഭിനയിച്ച് കാണിക്കാനും എന്നിട്ടേ താനിനി അഭിനയിക്കുന്നുള്ളൂ എന്ന മട്ടിലും പറഞ്ഞ് ഡയറക്ടർ കസേരയിൽ പോയി സുമിത് തിരിപ്പുറപ്പിച്ചു. അതോടെ ആകെ പ്രശ്നമായി. ഡയറക്ടറും റിയയും വന്ന്
ഹരിഹരനോട് സംസാരിച്ചു. സുമിത്ത് ഒരു പ്രത്യേക ടൈപ്പാണെന്നും ഹരിഹരൻ ആ സീൻ വെറുതെ ഒന്ന് ചെയ്തു കാണിച്ചാൽ മതി, ഈ പ്രശ്നമൊക്കെ വേഗം തീർന്നോളും എന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അവർ അത്രയും റിക്വസ്റ്റ് ചെയ്തപ്പോ ഹരിഹരൻ അതിന് തയ്യാറായി. പക്ഷേ അത്രമേൽ മികവോടെയായിരുന്നു ഹരിഹരൻ ആ രംഗം അഭിനയിച്ചത്. അവിടെ നിന്ന് ഏവരും കൈയടിച്ചു. അതോടെ സുമിത്താകെ എളിപ്പിനായി പോയി, അപമാനിക്കപ്പെട്ടു. അയാൾ വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. എന്തായാലും അന്നത്തെ ആ കയ്യടികളിലും നടന്ന കാര്യങ്ങളിലും ഹരിഹരന് വല്ലാത്തൊരു അഭിമാനം തോന്നിയിരുന്നു. അജേഷിനാകട്ടെ തന്റെ അച്ഛന് അത്രമേൽ അംഗീകാരം കിട്ടുന്നത് കണ്ട് അത്യാവശ്യം കുശുമ്പും തോന്നാതിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അത് നടന്നത്. അജേഷിന്റെ കൂട്ടുകാരൻ അന്നവിടെ നടന്ന കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിരുന്നല്ലോ. അവനത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു. സംഗതി കയറി വൈറലാവാൻ തുടങ്ങി. ഹരിഹരനോട് ചെയ്ത പ്രവൃത്തിക്ക് സുമിത്ത് മാപ്പ് പറയണം എന്ന മട്ടിൽ സോഷ്യൽ മീഡിയ ആ വിഷയം ഏറ്റെടുത്തു. സുമിത്ത് ഒരു നെപ്പോ കിഡാണെന്ന് പറഞ്ഞല്ലോ. സുമിത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അയാളുടെ അച്ഛനായിരുന്നു. പ്രശ്നം കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഒതുക്കി തീർക്കാൻ വേണ്ടി സുമിത്തിന്റെ അച്ഛൻ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ടേക്ക് വെച്ചു. അതിലൊന്നായിരുന്നു ഹരിഹരനെ ആ സിനിമയിൽ ഒരു റോള് കൊടുത്ത് സിനിമയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നത്. അങ്ങനെ ഹരിഹരനെ സുമിത്ത് വിളിച്ചു വരുത്തി. ഹരിഹരനോട് സംസാരിച്ച് സിനിമയിലെ റോള് വാഗ്ദാനം ചെയ്തു. താൻ അതിനൊന്നുമില്ലെന്നും സിനിമയിൽ തന്റെ മകന് കഴിയുമെങ്കിൽ ഒരു റോള് കൊടുത്താൽ മതി എന്ന തരത്തിലുമായിരുന്നു ഹരിഹരൻ സംസാരിച്ചത്. പക്ഷേ പ്രശ്നം ഒതുക്കുവാൻ അവർക്ക് ഹരിഹരനെ തന്നെ വേണമായിരുന്നു. ഹരിഹരൻ ഈ അവസരത്തിൽ തങ്ങളുടെ കൂടെ നിന്നാൽ ഹരിഹരന് വേണ്ടത് ചെയ്തു തരാം എന്ന് സുമിത്ത് ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ഹരിഹരൻ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു. ആ വിവരം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വിട്ട് നടക്കുന്ന വിവാദങ്ങളിൽ നിന്ന് സുമിത്ത് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ സുമിത്തിന്റെ ഈഗോ ഹരിഹരനോടുള്ള ദേഷ്യം മാളിക്കത്തിച്ചിരുന്നു. ഹരിഹരനെയും മകനെയും താനൊരു പാഠം പഠിപ്പിക്കും എന്നയാൾ തന്റെ സെക്രട്ടറിയോട് പറഞ്ഞു. വൈകാതെ സിനിമയുടെ ഷൂട്ടിങ്ങും മറ്റും നടന്നു. ഹരിഹരൻ കലാം നഗറിലും ചുറ്റുഭാഗത്തും വലിയ സ്റ്റാർ ആവാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് അജേഷിന് നന്നായി കുശുമ്പ് തോന്നുന്നുണ്ടായിരുന്നു. അജേഷ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഹരിഹരൻ നേടിക്കൊണ്ടിരുന്നത്. സിനിമയിൽ അഭിനയിച്ചതിന് ഹരിഹരൻ 20,000 രൂപ പ്രതിഫലവും കിട്ടി. അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷവും തോന്നി. സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴോ പലരും ഹരിഹരന്റെ അഭിനയത്തെ പുകഴ്ത്തി. ഹരിഹരന് ഉദ്ഘാടനമടക്കം ഓഫറുകൾ വന്നെത്തി. ഇതിനിടയിലും അജേഷും റിയയും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങൾ അജേഷിൽ നിന്ന് റിയ അറിയുകയും ചെയ്തു. ഹരിഹരൻ അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് തന്റെ ഒരു സുഹൃത്തുമൊത്ത് സുമിത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഹരിഹരനോടുള്ള ദേഷ്യം സുമിത്തിന് അപ്പോഴുമുണ്ട്. ആ കൂട്ടുകാരൻ ഹരിഹരൻ അവനൊരു ഇരയെയല്ല എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ അയാളെ താനൊരു പാഠം പഠിപ്പിക്കും എന്ന മട്ടിൽ സുമിത്ത് പറയുന്നുമുണ്ട്. ഹരിഹരന്റെ ഈ വളർച്ച അജേഷിന് നല്ല കുശുമ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിച്ചു. അവൻ വലിയ സ്റ്റാർ ആകുമ്പോ അവനും ഷോ കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹരിഹരനാകട്ടെ ആ സിനിമയുടെ വിജയത്തോടെ കിട്ടിയ അംഗീകാരങ്ങളോടെ ഒന്ന് റൂട്ട് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. അന്നൊരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്നുണ്ടെന്നും നീ പോകുന്നില്ലേ എന്നും പ്രഭാത ഭക്ഷണ സമയത്ത് അയാൾ മകനോട് ചോദിച്ചു. ഇല്ലെന്നും പോവാൻ വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്നുമായിരുന്നു അജേഷ് പറഞ്ഞത്. ആ സമയം ഹരിഹരൻ ഒരു മറുപടി പറഞ്ഞു. അത് ആശയെയും അജേഷിനെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. സംഭവം എന്തെന്നാൽ ഹരിഹരൻ ആ ഓഡീഷന് പോകുന്നുണ്ടത്രേ. അജേഷിന് വേണമെങ്കിൽ താൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അബദ്ധത്തിൽ ഒരു പടത്തിൽ അഭിനയിച്ചതാണ് അച്ഛനെന്നും അതോടെ ഇതൊക്കെ നിർത്തുമെന്നുമായിരുന്നു അജേഷ് ചിന്തിച്ചത്. അജേഷിന് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. എന്തായാലും അഭിനേതാവാൻ ഹരിഹരൻ ഇറങ്ങിത്തിരിച്ചു. മറുവശത്ത് ഈ നടക്കുന്ന വിവരങ്ങളൊക്കെ റിയ അറിയുന്നുണ്ടായിരുന്നു. റിയ ഇതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റ് തന്നെ എഴുതാൻ തുടങ്ങി. ആ സ്ക്രിപ്റ്റുമായി അവൾ ഒരു പ്രൊഡ്യൂസറെ കണ്ടു. അതുവരെയുള്ള കഥ പറഞ്ഞു. അത് ഫസ്റ്റ് ഹാഫ് ആണെന്നും ഇത് യഥാർത്ഥ സംഭവത്തിൽ നിന്ന് എടുക്കുന്നതാണെന്നും സെക്കൻഡ് ഹാഫ് എഴുതുന്നേ ഉള്ളൂവെന്നും റിയ വ്യക്തമാക്കി. പ്രൊഡ്യൂസറിന് അതിൽ ഇൻട്രസ്റ്റ് തോന്നി. ഇപ്പോ ശരിക്കും ഹരിഹരന്റെയും അജേഷിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രൊഡ്യൂസർ ചോദിച്ചു. ഹരിഹരന്റെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് തിരിയുകയായിരുന്നു. കുടുംബത്തെ വിളിച്ചുകൂട്ടി ഹരിഹരൻ അക്കാര്യം അറിയിച്ചു. ഹരിഹരൻ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു. ജോലി രാജിവെക്കുകയാണ്. അത് കേട്ടതും കുടുംബത്തിലെ എല്ലാവരും ഞെട്ടി. കുടുംബത്തിലെ ചിലവുകൾ അത്രമേൽ ഭാരിച്ചതാണ്. ഹരിഹരൻ ജോലി രാജിവെച്ചാൽ എന്തു ചെയ്യും? അജേഷ് ചോദ്യമുയർത്തി. പക്ഷേ തനിക്ക് തന്റെ സെൽഫ് റെസ്പെക്ട് ആണ് വലുതെന്നും താനിത് തീരുമാനിച്ചു എന്നും പറഞ്ഞ് ഹരിഹരൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു ചെയ്തത്. ആർക്കും അതിനെ എതിർക്കാനും സാധിച്ചില്ല. അങ്ങനെ ഹരിഹരൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അജേഷ് ആകട്ടെ ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലായി. അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് അജേഷ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതേയില്ല. മാസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഹരിഹരനും അജേഷും ഓഡീഷനും മറ്റും പോകുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. ഇരുവർക്കും നല്ല റോളൊന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഹരിഹരന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത്. ഹരിഹരന്റെ ഒരു സുഹൃത്താണ്. ബാംഗ്ലൂരിൽ അദ്ദേഹം പുതിയൊരു കമ്പനി തുടങ്ങുന്നുണ്ട്, ഒരു ഫാർമ കമ്പനി. അവിടെ മികച്ചൊരു പൊസിഷൻ ഹരിഹരൻ അദ്ദേഹം ഓഫർ ചെയ്തു. ഈ സിനിമാ ശ്രമമൊക്കെ വിട്ട് ജോലിക്ക് വരുവാനും ആവശ്യപ്പെട്ടു. അത് കേട്ടതും ആശയ്ക്കും അജേഷിനും സന്തോഷമായി. അജേഷ് അതിൽ ചാടിക്കയറി
പിടിച്ചു. ആ ഓഫർ കൊടുത്ത ആ പരിചയക്കാരനായ അങ്കിളിനോട് അവൻ നന്ദി പോലും പറഞ്ഞു. ഹരിഹരന് നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്ന മട്ടിൽ പറഞ്ഞ് ഹരിഹരനെ അവനൊന്ന് ഇരുത്തുകയും ചെയ്തു. പക്ഷെ അവർ പോയ ശേഷം ആശ അതിനെപ്പറ്റി സംസാരിക്കാൻ ഹരിഹരന്റെ അടുത്തു ചെന്നു. ഹരിഹരനാകട്ടെ ബാംഗ്ലൂരിൽ ജോലിക്ക് പോവാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് സിനിമ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ആ ജോലിയിൽ നിന്ന് ഒഴിവാകാൻ ഹരിഹരൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ തനിക്ക് കുടുംബത്തെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, താനൊരു ഫാമിലി മാനാണ് എന്നയാൾ നമ്പർ വരെ ഇറക്കി. അജേഷാകട്ടെ അമ്മയ്ക്കടുക്കൽ അച്ഛന്റെ ഈ നമ്പറിലൊന്നും വീഴരുതെന്നും ഒന്ന് ആഞ്ഞു പിടിച്ച അച്ഛന്റെ ചെലവില് കുറച്ചുനാൾ കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന മട്ടിലൊക്കെ ഡയലോഗും പറഞ്ഞു. ഇങ്ങനെ തുടർന്നാൽ താൻ പെടുമെന്ന് ഹരിഹരന് തോന്നിയിരിക്കണം. അതുകൊണ്ടാണ് കാനഡയിലുള്ള ഒരു ബന്ധു വന്നപ്പോ ഹരിഹരൻ മകൻ അജേഷിനിട്ടൊരു പണി വെച്ചത്. കാനഡയിൽ അജേഷിന് നല്ലൊരു ജോലി താൻ തയ്യാറാക്കുന്നുണ്ട് എന്ന് ആ ബന്ധു വീട്ടിലെത്തി പറഞ്ഞു. അതോടെ അജേഷാകെ പരുങ്ങല്ലായി. പക്ഷെ വീടിന്റെ സാമ്പത്തിക നില താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹരിഹരന്റെ മകളുടെ എക്സാം ഫീസ് അടയ്ക്കേണ്ട ദിവസം എത്തിച്ചേർന്നു. അതുവരേക്കും ആശ ഒരു തരത്തിൽ തട്ടിമുട്ടിയാണ് വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് ആശക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അച്ചാറുണ്ടാക്കി കൊടുക്കുമ്പോ മുമ്പൊന്നും പണം വാങ്ങാതിരുന്ന ആശ പതിയെ പണം വാങ്ങാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ വീട്ടിലെ കഷ്ടപ്പാടുകളെപ്പറ്റി കല്യാണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആശ ഹരിഹരനടുക്കൽ പറഞ്ഞു. ആശയുടെ വള പോലും പണയത്തിലായി കഴിഞ്ഞിരുന്നു. വീട്ടിലെ അവസ്ഥകളെപ്പറ്റി ആശ പറഞ്ഞപ്പോഴാണ് ഹരിഹരനും ഒന്നുണർന്ന് ചിന്തിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണം എന്നയാൾക്കും തോന്നിയിരിക്കണം. അങ്ങനെ അവരുടെ കുടുംബം ആ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ചെന്നപ്പോഴോ അവിടെ ഒരു സംഗീത സന്ധ്യ തന്നെ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞെല്ലാവരെയും പറഞ്ഞുവിട്ട ശേഷം മകനും ഒന്നിച്ച് ഹരിഹരൻ ഒരു ടേബിളിൽ മദ്യപിക്കാനിരുന്നു. ഇരുവരും തമ്മിൽ പരസ്പരം ഈഗോയുടെ പുറത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടു. തങ്ങളാണ് മികച്ച അഭിനേതാവ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇരുവരും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും സുഹൃത്തുക്കളും ചുറ്റിലും ഉണ്ടായിരുന്നു. അവരെ വഴക്കും മറ്റും നോക്കിക്കണ്ടു. രണ്ടുപേർക്കും അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ കുടുംബത്തിലിപ്പോൾ ആരെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഒടുവിൽ അവർ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. അവർ ഒരു തീരുമാനത്തിലെത്തി. അടുത്ത അവരിരുവരിൽ ആർക്കാണോ ഒരു സിനിമയിൽ അവസരം ലഭിക്കുന്നത് അയാൾ വിജയിക്കും. മറ്റേയാൾ അവർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിക്കായി പോകണം. ഈ ബെറ്റിനെ പറ്റി അമ്മ അറിയരുതെന്നും അങ്ങനാണെങ്കിൽ ഈ ബെറ്റിന് താൻ സമ്മതിക്കാം എന്ന് അജേഷ് പറഞ്ഞു. ഹരിഹരൻ കൈകൊടുത്തു. അജേഷും. അങ്ങനെ അവർ തമ്മിലുള്ള വാശിയേറിയ മത്സരം അവിടെ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ഇരുവരും റോൾ തേടിയുള്ള അലച്ചിലായിരുന്നു. കനത്തെ അലച്ചിൽ. ഇതിനിടയിൽ കുടുംബം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ആശ തന്റെ അച്ചാർ ബിസിനസ് ഒന്നുകൂടി വളർത്തി. അങ്ങനെ കുറച്ച് നാളുകൾ കൂടി മുന്നോട്ടേക്ക് പോയി. ഒടുവിൽ അജേഷിനെ തേടിയായിരുന്നു ആദ്യത്തെ അവസരം വന്നെത്തിയത്. പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന ഒരു ചലച്ചിത്രം. അതിൽ പ്രധാന കഥാപാത്രമായി അജേഷ് എത്തുന്നു. അജേഷിന് ഡയറക്ടറും പ്രൊഡ്യൂസറും കൈകൊടുത്തത് പറഞ്ഞപ്പോ അത്രമേൽ സന്തോഷം തോന്നി. ഉടൻ തന്നെ അമ്മയെ വിളിച്ചവൻ ആ വിവരം പറഞ്ഞു. അമ്മയും അത്രമേൽ സന്തോഷിച്ചു. ആശാ വിവരം ഹരിഹരനോട് പറഞ്ഞപ്പോ ഹരിഹരൻ ഒന്ന് ഞെട്ടിയിരുന്നു. തന്റെ സിനിമാ മോഹങ്ങൾ അവസാനിക്കുന്നു, താനിന് ജോലിക്ക് പോകേണ്ടി വരും എന്ന് ഹരിഹരന് ബോധ്യപ്പെട്ടു. വിവരം അറിഞ്ഞ അജേഷിന്റെ കൂട്ടുകാരും ആശയും അടക്കം അവന്റെ സിനിമാ പ്രവേശനം വലിയ ആഘോഷമാക്കി മാറ്റി. നഗറിലെ ആളുകളും അവന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ഹരിഹരൻ മാറി നിന്ന് ചെറിയ കുശുമ്പോടിയെങ്കിലും ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെ പുതിയ സിനിമയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ തുടങ്ങി. ഹരിഹരൻ എന്നാ ബാംഗ്ലൂർക്ക് പോകുന്നത് എന്ന മട്ടിൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചോദ്യങ്ങൾ പോലും വന്നു. അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം അയൽവക്കക്കാരനായ ഹരിഹരന്റെ സുഹൃത്ത് ഹരിഹരനെ ഒരിടത്ത് പോവാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയത്. വണ്ടിയൊതുക്കി ഒടുവിൽ അയാൾ ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നാട്ടിൽ പലയിടത്തായി ഹരിഹരന്റെ മകൻ അജേഷ് ഒരുപാട് കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. അയാളുടെ മകളുടെ നെക്ലേസ് അജേഷ് വാങ്ങി പണയം വെച്ചിരിക്കുന്നു. അത് കേട്ടതും ഹരിഹരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അയാൾക്ക് കൂട്ടുകാരന്റെ മുമ്പിൽ വലിയ നാണക്കേട് തോന്നി. മറ്റാരെയും അറിയിക്കരുതെന്നും താൻ അത് എടുത്തു തരാം എന്നും ഹരിഹരൻ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എനിക്കറിയാം, ഹരിഹരനായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നായിരുന്നു ആ സുഹൃത്തിന്റെ മറുപടി. അന്ന് വീട്ടിലേക്കെത്തിയ ഹരിഹരൻ ദേഷ്യത്തിൽ അജേഷിനെ തല്ലി. നാട് മൊത്തം കടം വാങ്ങി നാണക്കേടുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. എത്രയും വേഗം ഈ കടങ്ങളൊക്കെ തീർത്തോളണം എന്ന മട്ടിൽ അയാൾ ദേഷ്യപ്പെട്ടു. താൻ നിക്കിയുടെ അടുത്ത് നിന്ന് കടമായി വാങ്ങിയതാണെന്നും തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അത് കേട്ടതും ഹരിഹരൻ ഒന്നുകൂടി ദേഷ്യം വന്നു. ഹരിഹരൻ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവന്മാർ ഇതുപോലെയാണ് ചെയ്യുന്നത്. അവന്മാര് നാട്ടുകാരുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. ഹരിഹരൻ അതും പറഞ്ഞ ദേഷ്യത്തിൽ നടന്നു പോവാൻ തുടങ്ങിയപ്പോ അജേഷ് ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു, അവന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും അവന്മാർക്ക് സപ്പോർട്ടായി
അവന്മാരുടെ അച്ഛനുണ്ട്. പക്ഷേ എനിക്കതില്ല. കോംപ്ലക്സ് മൂത്ത് കാരണമുണ്ടാക്കി മക്കളുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു അച്ഛനായി എനിക്കുള്ളത്. അങ്ങനെയുള്ളപ്പോ എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഇരക്കേണ്ടി വരും. അവന്റെ ആ പറച്ചിൽ ഹരിഹരന്റെ മനസ്സിൽ തന്നെ കൊണ്ടിരുന്നു. ആശയമെന്ന് അച്ഛനും മകനും തമ്മിൽ മത്സരമാണെന്നും ഹരിഹരന് മോനോട് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണെന്നുമാണ് നാട്ടുകാർ പറയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഹരിഹരനെന്ന് ഏറെ ചിന്തിച്ചിരുന്നു. അടുത്ത ദിവസം അജേഷിന് വീണ്ടും ഡയറക്ടറെ കാണാൻ പോകേണ്ടി വന്നു. പക്ഷേ അന്ന് ഡയറക്ടർ ഒരു കാര്യം പറഞ്ഞു. പുതുമുഖ നായകനായി വരുന്നതുകൊണ്ട് നായകവേഷം കിട്ടണമെങ്കിൽ അജേഷ് ഫണ്ട് കൊടുക്കണം. അജേഷ് ഞെട്ടിയിരുന്നു. അജേഷിന്റെ പക്കൽ കൊടുക്കാനായി പണം പോലും ഉണ്ടായിരുന്നില്ല. അവനെന്ന ദുഃഖത്തോടെ പണ്ടവൻ അച്ഛനൊപ്പം പോയിരുന്ന ഒരു തിയേറ്ററിൽ ചെന്നിരുന്നു. പിന്നീട് റിയയെ കണ്ട് അക്കാര്യം സംസാരിച്ചു. അതൊരു ഫ്രോഡ് പരിപാടിയാവാനാണ് സാധ്യത എന്നായിരുന്നു റിയ പറഞ്ഞത്. ഇൻഡസ്ട്രിക്കകത്ത് ആ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും പറ്റി നല്ല അഭിപ്രായമല്ല ഉള്ളത് എന്നും റിയ കൂട്ടിച്ചേർത്തു. ഇത് പോയാൽ മറ്റൊരു ചാൻസ് കിട്ടും, വിഷമിക്കണ്ടെന്നും റിയ അജേഷിനടുക്കൽ പറഞ്ഞു. ആ സമയത്താണ് രാഹുൽ എന്ന കാസ്റ്റിംഗ് ഡയറക്ടർ അജേഷിനെ വിളിക്കുന്നത്. മുമ്പ് അജേഷും ഹരിഹരനും ഒരു സിനിമയുടെ ഓഡീഷന് പോയിരുന്നു. അതിൽ നായികയുടെ അച്ഛന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ അജേഷിന്റെ അച്ഛന് അവസരം ലഭിച്ചിരിക്കുന്നു. ആ വിവരം പറയാനായിരുന്നു ആ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചത്. അത് കേട്ടതും അജേഷ് ഞെട്ടി. ബെറ്റിൽ ഇപ്പോൾ വിജയിക്കാൻ പോകുന്നത് ഹരിഹരനാണ്. അജേഷിന് ആ അവസരം ലഭിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല ഹരിഹരൻ അവസരം കിട്ടിയ ആ പടത്തിലും അജേഷിന് അവസരമില്ല. ഹരിഹരനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഈ വിവരം ഹരിഹരനോട് പറഞ്ഞേക്കണം എന്നും ആ കാസ്റ്റിംഗ് ഡയറക്ടർ അജേഷിനോട് പറഞ്ഞു. പക്ഷേ ഹരിഹരന് വേഷം കിട്ടിയിരുന്നത് സുമിത്തിന്റെ പടത്തിലായിരുന്നു. സുമിത്തിനാണെങ്കിൽ അയാളോട് വലിയ ദേഷ്യമുണ്ടല്ലോ. ഹരിഹരനെ ഒഴിവാക്കാൻ വേണ്ട പരിപാടികൾ അവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ സുമിത്തിന്റെ അച്ഛൻ ഇടപെട്ടതുകൊണ്ട് നേരിട്ടങ്ങനെ ഒഴിവാക്കിയാൽ അത് പ്രശ്നമാകുമായിരുന്നു. മാത്രമല്ല വിവരം ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നതുകൊണ്ട് സുമിത്ത് ഹരിഹരനെ ഒഴിവാക്കിയാൽ അത് വാർത്തയാവുകയും ചെയ്യും. അതുകൊണ്ട് സുമിത്ത് മറ്റു വഴികൾ ആലോചിച്ചു. സുമിത്ത് ഒടുവിൽ കണ്ടെത്തിയ വഴിയായിരുന്നു ഹരിഹരന്റെ മകൻ അജേഷ്. സുമിത്ത് അജേഷിനെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അജേഷിന് മുന്നിലേക്ക് സുമിത്ത് ഒരു ഓഫർ വെച്ചു. സുമിത്ത് പറയുന്ന പോലെ കേട്ടാൽ സുമിത്ത് അജേഷിന്റെ ഗോഡ് ഫാദർ ആകും, സിനിമയിലെ ഗോഡ് ഫാദർ. മാത്രമല്ല സുമിത്തിന്റെ തുടങ്ങാനിരിക്കുന്ന പടത്തിൽ നല്ലൊരു വേഷവും അവന് കിട്ടും. ആകെ ഒരു കണ്ടീഷനേയുള്ളൂ. ഹരിഹരന്റെ റോളിന്റെ കാര്യം പറഞ്ഞ് കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചത് അജേഷിനെയാണല്ലോ. അജേഷ് അക്കാര്യം ഹരിഹരനോട് അതുവരെ പറഞ്ഞിട്ടില്ല. അക്കാര്യം ഹരിഹരൻ അറിയുകയേ ചെയ്യരുത്. അത് കേട്ടതും അജേഷ് ആകെ ഞെട്ടി. അച്ഛനെ ചതിക്കാനാണ് സുമിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പകരം അജേഷിന് നല്ലൊരു ഭാവി ലഭിക്കും. അവൻ ആഗ്രഹിച്ച പോലെ സിനിമയിൽ എത്തിച്ചേരാൻ പറ്റും. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയ അജേഷ് ഒരുപാട് ആലോചിച്ചു. അവൻ ചെയ്യാൻ പോകുന്ന തെറ്റ് മനസാക്ഷി ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അജേഷിനപ്പോൾ ആ വിജയം വേണമായിരുന്നു. ഹരിഹരനാകട്ടെ മറുവശത്ത് തന്റെ തോൽവി സമ്മതിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാം എന്ന തീരുമാനത്തിലെത്തി. സുമിത്ത് പറഞ്ഞ പോലെ ചെയ്തപ്പോ അജേഷിന് അവസരം ലഭിച്ചു. ആക്ടിംഗ് ക്യാമ്പിനായി അജേഷ് പുറപ്പെട്ടു. പക്ഷേ ആ ആക്ടിംഗ് ക്യാമ്പിൽ എത്തിയപ്പോൾ കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. തന്റെ അച്ഛനാണല്ലോ വിജയിച്ചത്, അച്ഛന്റെ അവസരം തട്ടിയാണല്ലോ താൻ അവിടെ എത്തിയത് എന്ന മട്ടിൽ അവന്റെ ഉള്ളിൽ ഒരുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിരികെ പോരാനും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ഹരിഹരൻ ആശയുമായി ഒന്ന് പുറത്തു കറങ്ങാനിറങ്ങി. ആ സമയം ആശയോട് അയാൾ തന്റെ മനസ്സ് തുറന്നു. യാഥാർത്ഥ്യത്തിൽ ഹരിഹരൻ ജോലി രാജിവെച്ചതായിരുന്നില്ല. ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതാണ്. തനിക്കത് നേരത്തെ മനസ്സിലായിരുന്നു എന്നാശ ഹരിഹരനോട് പറഞ്ഞപ്പോ ഹരിഹരൻ അതിശയിച്ചു. പിന്നാലെ ഹരിഹരൻ ആശയെ അവരുടെ വീടിനടുത്തുണ്ടായിരുന്ന പഴയ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അത്രനാളും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. ഹരിഹരന് ചെറുപ്പത്തിൽ ഒരു സിനിമാ നടനാവാനായിരുന്നു ആഗ്രഹം. അതിനായി അദ്ദേഹം കോടമ്പാക്കത്തേക്ക് വണ്ടി കയറിയതുപോലുമാണ്. അവിടെ 2 കൊല്ലത്തോളം അലഞ്ഞു. പക്ഷെ അവസരമൊന്നും കിട്ടിയില്ല. ഒടുവിൽ അച്ഛൻ മരണപ്പെട്ടപ്പോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹരിഹരന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. സിനിമാ മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് കുടുംബവും പ്രാരബ്ധവുമായി എല്ലാം അങ്ങ് വിട്ടകന്നു. തന്നെ പോലെ ഒന്നുമായി പോവാതിരിക്കാനാണ് സിനിമയിൽ നിന്ന് അകന്നു നിൽക്കാൻ മകനെപ്പോഴും താൻ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് ഹരിഹരൻ അന്ന് ആശയോട് പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചു. ഹരിഹരന് പിന്നീട് അഭിനയിക്കാൻ അവസരം വന്നപ്പോ അതിൽ ഹരിഹരൻ കുറച്ചു മതിഭ്രമിച്ചു പോയി. പഴയ അവസരങ്ങൾ മുന്നിൽ വന്നതാണെന്ന് തോന്നി. ആശയ്ക്ക് ഹരിഹരനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോയി. മറുവശത്ത് ആക്ടിംഗ് ക്യാമ്പ് പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഹരിഹരൻ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോവാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരുന്നു. ആ ഒരു സമയത്താണ് ഹരിഹരനെ തേടി സുമിത്തിന്റെ കസിൻ വരുന്നത്. സുമിത്ത് പറഞ്ഞയച്ചതായിരുന്നു അയാളെ. അജേഷ് ഹരിഹരനെ ചതിച്ചാണ് സിനിമയിൽ അവസരം നേടിയെടുത്തത് എന്ന സത്യം അയാൾ അവിടെ വെളിപ്പെടുത്തി. പക്ഷേ ഹരിഹരൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. തന്റെ മകൻ അവസരം കിട്ടിയല്ലോ, അതിൽ സന്തോഷമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല എന്നായിരുന്നു ഹരിഹരൻ പറഞ്ഞത്. സുമിത്തിന്റെ കസിൻ പക്ഷേ ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനെയും മകനെയും തമ്മിത്തല്ലിക്കാം എന്ന് പ്രതീക്ഷിച്ചായിരുന്നു അയാൾ വന്നത്. അയാൾക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്നു.
മകൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ആശയും അറിഞ്ഞിരുന്നു. നമ്മൾ ഈ അറിഞ്ഞ കാര്യം അവനോട് ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട എന്ന് ഹരിഹരൻ പ്രത്യേകിച്ച് ആശയെ ഓർമ്മപ്പെടുത്തി. അടുത്ത ദിവസം ആക്ടിംഗ് ക്യാമ്പിലേക്ക് സുമിത്ത് വന്നു. കൂട്ടത്തിൽ കസിനും കൂടെയുണ്ട്. ആ കസിനായിരുന്നു അജേഷ് മുമ്പ് ചെയ്യാനിരുന്ന റോൾ പറഞ്ഞു വെച്ചിരുന്നത്. അയാളെ കണ്ടപ്പോൾ മുതൽ അജേഷ് വല്ലാതാവാൻ തുടങ്ങി. സുമിത്തും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം സുമിത്ത് എല്ലാവരോടും സംസാരിച്ചു. നല്ല പുള്ളജമന് ഏവരെയും സിനിമയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നാലെ ഓരോ പേരുകളെ മുന്നിലേക്ക് വിളിച്ച് അവർക്കൊരു സിറ്റുവേഷൻ നൽകി അവരെ അഭിനയിപ്പിക്കാനും ആരംഭിച്ചു. ആദ്യം വന്ന് രണ്ടുപേരും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. അടുത്തതായി സുമിത്ത് ലക്ഷ്യം വെച്ചത് അജേഷിനെയായിരുന്നു. അജേഷിനെയും സിനിമയിൽ നായികയുടെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയെയും സ്റ്റേജിലേക്ക് വിളിച്ചു. അജേഷിന്റെ അച്ഛന് പറഞ്ഞു വെച്ചിരുന്ന വേഷം ചെയ്യുന്ന അതേ വ്യക്തി. പിന്നാലെ സുമിത്ത് അജേഷിനൊരു സിറ്റുവേഷൻ കൊടുത്തു. മകൻ വളരെയധികം സെൽഫിഷ് ആണ്. അച്ഛനോട് അയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. മാപ്പ് ചോദിക്കുന്ന രംഗമാണ് അജേഷ് അഭിനയിക്കേണ്ടത്. അജേഷിന് പണി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു സുമിത്ത് അത് ചെയ്തത്. അഭിനയിച്ചു തുടങ്ങിയപ്പോ അജേഷ് ആദ്യം ഒന്ന് പാളി നിന്നു. രണ്ടാമതൊരവസരം ചോദിച്ചു വാങ്ങി. നടന്ന കാര്യങ്ങൾ അജേഷ് മനസ്സിലേക്ക് കോർത്തെടുത്തു. കുറ്റബോധം കൊണ്ട് അവൻ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. ഒടുവിൽ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾ മുഴുവൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ അച്ഛനാണെന്ന് സങ്കല്പിച്ച് പൊട്ടിക്കരഞ്ഞ് ഏറ്റുപറഞ്ഞ് കാലുപിടിച്ചവൻ അഭിനയിച്ചു. ജീവനുറ്റുന്ന മികച്ച പെർഫോമൻസ് ആയിരുന്നു അത്. യാഥാർത്ഥ്യത്തിൽ അജേഷ് അഭിനയിച്ചതുപോലുമായിരുന്നില്ല. അവന്റെ ഉള്ളിലെ കുറ്റബോധം അവനെ കൊണ്ട് അവന്റെ മുമ്പിൽ വന്നു നിന്ന് അച്ഛനോട് മാപ്പ് പറയിക്കുകയായിരുന്നു. ആ പെർഫോമൻസ് കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ഏവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. താൻ വിചാരിച്ചത് നടന്നില്ലെന്ന് സുമിത്തിന് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്നും സുമിത്തിന്റെ മുന്നിലേക്ക് നടന്നു ചെന്ന് അജേഷ് പറഞ്ഞു, ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരുപാട് പേരെ സാർ ഈ ഫീൽഡിൽ കണ്ടുമുട്ടും. സാറിന്റെ ഈഗോ തീർക്കാൻ വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയേക്കരുത്. എന്നെപ്പോലെ ചിലരെങ്കിലും അതിൽ വീണുപോകും. അത് പറയുമ്പോ അജേഷ് കരയുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞ് കരഞ്ഞു തിരിഞ്ഞ് അജേഷ് കണ്ടത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തന്റെ അച്ഛനെയും അമ്മയെയുമാണ്. അവൻ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. വല്ലാത്തൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത്. ഹരിഹരൻ അജേഷിനോട് പറഞ്ഞു, ഇപ്പോഴാടാ നീ ഒരു നടനായത്. പക്ഷേ നല്ല നടൻ ഇപ്പോഴും അച്ഛൻ തന്നെയാ എന്നായിരുന്നു അജേഷിന്റെ മറുപടി. സുമിത്ത് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. പിന്നാലെ പറഞ്ഞു, ഒരാളെ തകർക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? അയാൾ കാശ് കൊടുക്കുക. അതാണ് ഞാനും ചെയ്തത്. വലിയ കഴിവൊന്നുമില്ലാഞ്ഞിട്ടും ഞാനിവിടെ സ്റ്റാറായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അത് ഞാനൊരു നെപ്പോ ആയും കൊണ്ടാ. അൺഅപ്പോളജിക്കൽ നെപ്പോ കേട്ട് പറ്റിയ നിങ്ങളൊക്കെ വന്നോ, ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചോ, ഒരെണ്ണമൊക്കെ ഹിറ്റും ആക്കിക്കോ. പക്ഷെ സിനിമ അത് ഞങ്ങളുടേതാ. ഇവിടുത്തെ സകല കളിയും അറിയാവുന്ന കൊണ്ട് പറയാ, നീയും നിന്റെ തന്തയും മലയാള സിനിമയുടെ 7 അയലത്തുണ്ടാവില്ല. അതും ഈ സുമിത്ത് ജീവനുള്ളിടത്തോളം കാലം. ഹരിഹരനും അജേഷും അത് കേട്ടൊന്നും മിണ്ടാതെ നിന്നപ്പോ ആശ സുമിത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, സിനിമയിൽ ആര് വരണം ആര് പോണോന്നൊക്കെ തീരുമാനിക്കുന്നത് സിനിമയല്ലേ. കുറച്ച് ഭാഗ്യവും കഴിവുണ്ടേല് ആർക്കും സിനിമയിൽ വരാം. പിന്നെ മലയാള സിനിമ അത് ഹരിഹരന്റെയോ അജേഷ് ഹരിഹരന്റെയോ സുമിത് രാഘവന്റെയോ തന്തയുടെ വകയല്ല കേട്ടോ. അതും പറഞ്ഞ് ആശ തന്റെ കുടുംബത്തെയും കൂട്ടി അവിടെ നിന്നിറങ്ങി തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് റിയ തന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി പ്രൊഡ്യൂസറെ വീണ്ടും കണ്ടു. പ്രൊഡ്യൂസറിന് ഹരിഹരന്റെയും അജേഷ് ഹരിഹരന്റെയും കഥ വെച്ച് കുറച്ച് മസാലയും ചേർത്ത് റിയ എഴുതിയ ആ കഥയങ്ങ് നന്ദി ഇഷ്ടപ്പെട്ടു. ആരെയാണ് ഹീറോ ആക്കുന്നതെന്ന് ചോദിച്ചപ്പോ റിയ ഒന്ന് പുഞ്ചിരിച്ചു. റിയ ഉദ്ദേശിച്ചിരുന്നത് ഹരിഹരനെയും അജേഷ് ഹരിഹരനെയും തന്നെയായിരുന്നു. അങ്ങനെ റിയയുടെ ആശകളായിരം എന്ന ചലച്ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.